CPIM-നെ സംബന്ധിച്ചിടത്തോളം അത് രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായി തന്നെയാണ് രക്തസാക്ഷികൾ എന്നുള്ള ഒരു സംഗതി വരിക. കാരണം രക്തസാക്ഷികൾക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ പാർട്ടി, അതായത് രക്തസാക്ഷികൾക്കപ്പുറം വേറെ ഒന്നുമില്ല എന്നാണ് ആ രക്തസാക്ഷികൾക്ക് മേലാണ് പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നാണ് എപ്പോഴും പറയുക. അത്രയ്ക്ക് വൈകാരികമായ ഒരു ബന്ധമാണ് രക്തസാക്ഷികളോടുള്ളത്. രക്തസാക്ഷികൾക്ക് മാത്രമേ കീഴ്പ്പെടൂ എന്നാണല്ലോ പറയുന്നത്. ആ രക്തസാക്ഷി ഫണ്ടിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണത്തെ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ മറ്റെല്ലായിടത്തുമുള്ള CPM അണികളോ പാർട്ടി പ്രവർത്തകരോ ഒന്നും വിശ്വസിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ കണ്ണൂരിൽ തന്നെയുള്ള നേതാക്കന്മാരാണ് ഇത് പറയുന്നത്. കണ്ണൂരിലുള്ള നേതാക്കന്മാർക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇനി അങ്ങനെ ഒരു വെട്ടിപ്പ് നടന്നിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു ആരോപണത്തെ അത്ര എളുപ്പത്തിൽ പ്രതിരോധിക്കുക സാധ്യമല്ല. അല്ലെങ്കിൽ അത്ര ക്ലിയറായി ബോധ്യപ്പെടുന്ന തരത്തിൽ അതിൻ്റെ തെളിവുകൾ എടുത്ത് മുന്നോട്ട് വെക്കണം. അപ്പോൾ പറയുന്നത് അതിങ്ങനെ പൊതുസമക്ഷം അവതരിപ്പിക്കേണ്ട വിഷയമല്ലത് എന്നതാണ് പാർട്ടി നിലപാട്. അതായിരിക്കാം കാലങ്ങളായി പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ അത് അങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന സ്ഥിതിക്ക് അത് ആ ആരോപണത്തെ പ്രതിരോധിക്കാവുന്ന ഒരു സംഗതിയല്ല. ആ വൈകാരികമായുള്ള വോട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു വോട്ടായി കുറേ ആളുകൾ മാറ്റി ചെയ്തിട്ടുണ്ടാവാൻ തന്നെയാണ് ഞാൻ കരുതുന്നത് കണ്ണൂരിൽ. ഇതെല്ലാമാണ് ഇതിൻ്റെ ഇതെല്ലാം ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത്.